ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് മൈസൂര് പോവുകയാണ്. മൈസൂരുള്ള ഹസനിലേക്കാണ് പോകുന്നത്. ചേച്ചിനെ കൊണ്ടാക്കാനുള്ള പോക്കാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൈസൂർ പോക്കാട്ടോ. അങ്ങനെ ഫസ്റ്റ് മൈസൂർ പോക്കല്ല, ചേച്ചിയുടെ വീട്ടിലേക്കുള്ള ഫസ്റ്റ് പോക്കാണ്. അപ്പോൾ ആ വീഡിയോയാണ്, ആ വിശേഷങ്ങളുമാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ അതേ റെഡിയായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. യാത്ര ഇവിടുന്ന് എത്ര മണിക്കൂർ? 6 മണിക്കൂർ ഉള്ളൂ. ഏകദേശം 4 മണിക്കൂർ, 6 മണിക്കൂർ ട്രാവൽ. പക്ഷെ ഈ ദൂരം കർണാടകത്തേക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 1 ഡേ നമ്മൾ 6 മണിക്കൂർ എടുത്തിട്ടാണ് അവിടെ എത്താം. അതൊരു കാറ്, ഇതൊരു കാറ്. അപ്പം ശരി ഗൈസ്, പോവാണ് ഞങ്ങൾ. നമ്മൾ ചുരം കയറി. നമ്മളെന്താ ആനമറിയോ? ആനമറിയെന്ന് പറഞ്ഞു. ആനമറി സ്ഥലമൊക്കെ കഴിഞ്ഞു. നമ്മളവരെ വെയിറ്റ് ചെയ്ത് നിന്നാട്ടോ. ഇപ്പൊ ചുരമൊക്കെ കയറി കുറച്ച് ഏകദേശം പകുതി അയക്കണ്. ഇനി ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ചോറും ഇതൊക്കെ പാക്ക് ചെയ്തെടുത്തു. ഈ വണ്ടിയിൽ ഞാനും അച്ഛനും ശ്യാമും 5 പേരും. ഓക്കെ, നല്ല വ്യൂ പോയിന്റ് അല്ലേ? എല്ലാവരും എത്തിട്ടോ. കുൽസുമണിയേ, എല്ലാരും കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ നിർത്തിയതാ. തമിഴ്നാട്ടിക്ക് വണക്കം. വണക്കണ്ണേ, വണക്കം വണക്കം. இதுதான் தமிழ்நாடு தம்பி, தமிழ்நாடு இதுதான். அங்கே ரோடொക്കെ വളരെ മോശം தான். சௌக்கியம் தானே? நீங்க பாத்தியா என்ன வண்டி வர்றது, என்ன ரோடு വളരെ ரொம்ப മോശം தம்பி, ரொம்ப ரொம்ப மோசம். നമ്മൾ പോണ വഴിയിലെല്ലാം ഇങ്ങനെ ഫുഡ് കഴിക്കുക കേട്ടോ. കൊറേ ട്രിപ്പേഴ്സ് വന്നിട്ടുണ്ട്, കൊറേ ട്രിപ്പേഴ്സ്. ഫാമിലി ട്രിപ്പാണ് കൂടുതലും. കണ്ടോ, നല്ല സ്മെല്ലും. ഞങ്ങൾക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. വിശക്കളാച്ചു കൊറേ കണ്ടില്ല നമ്മള് ഇവരുടെ ഫുഡ്. അതിന് സമയം എത്രയായി? 8:22 ആയിട്ടുള്ളൂ. പക്ഷെ വിശന്നു. 1 മണിക്കൂർ 20 മിനിറ്റായി നമ്മൾ പോകുന്നില്ല. ഗൈസ്, നമ്മൾ അടുത്ത ട്രിപ്പ് ചെറിയൊരു ചായയും കടിയും കുടിക്കാൻ നിർത്തിയതാണ്. കാര്യമായിട്ടുള്ളതല്ല, ചെറുതായിട്ട്. പിന്നെ ബാക്കിലുള്ളവർ ഭയങ്കര സ്ലോയിലാണ് വരുന്നത്, കുട്ടിയുള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ മുന്നേ എത്തുമ്പോ നമ്മൾ നിർത്തും. കാപ്പിയാണോ ഇത്? അമ്മ ഉണ്ടാക്കി ഉണ്ണിയാണ്. നമ്മളെ കട പോണച്ചാ, നമ്മളെ കട പോണേ മൈസൂർ ഹസൻ. എന്താ പരിപാടി? കുളന്തയെ കൊണ്ടാകാൻ. കണ്ടില്ലേ ചായ? ഗൈസ്, ഞങ്ങൾ കുറെ നേരമായി വണ്ടിയിലിരിക്കണത്. ഈ പാസ് അല്ലേ? ഈ പാസ്സാണ്. ഭയങ്കര ഊട്ടിയിലേക്ക് പോണ ആൾക്കാരാണ്. നല്ല തിരക്ക്. കുറെ നേരമായി കിടക്കുന്നത്, അനങ്ങുന്നില്ല വണ്ടി. ജസ്റ്റ് ഒന്നെങ്കിലും പിന്നെ നിൽക്കും, ജസ്റ്റ് ഒന്നെങ്കിലും പിന്നെ നിൽക്കും. കണ്ടോ, നോക്ക്, പോലീസുകാരുണ്ട് അവിടെ, ചെക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് പ്ലാന്റേഷൻ. പക്ഷെ പ്ലാന്റേഷൻ ഒന്നും കാണാനല്ല. അത് അവിടെ കുറച്ച് കിട്ടും. ഗൂഡല്ലൂർ പ്ലാന്റേഷൻ. കൊച്ചിനൊരാളെടുക്കും. ഫുള്ള് നാടുകാണി കഴിഞ്ഞു. ഗൂഡല്ലൂരിലേക്ക് യാത്ര
ഒരാളിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ കൊച്ചിനെന്താ കിട്ടുക? കൊച്ചിനൊരാളെടുക്കും. ഗൈസ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് വേണൂസ് കിച്ചൺ. ഇതെന്താ ഇവിടെ ഫുള്ള് സിനിമയുടെ ഇത് രസമുണ്ടല്ലേ കാണാൻ? എനിക്ക് ഇഷ്ടമായി. ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിന്റെ ഇല നോക്ക്, നല്ല ഭംഗി. വൈറ്റും ഗ്രീനും കൂടെ ഉണ്ട് ഇല മിക്സ് അല്ലേ? മഞ്ഞ ഉണ്ട് തോന്നുന്നു, ചെറിയൊരു യെല്ലോ ഷെയ്ഡ്. ഫുഡ് കഴിക്കട്ടെ, വിശക്കണം. ഇത് വീനസ് കിച്ചൺ ആണ്. നമ്മൾ ശ്യാമനോട് പറഞ്ഞ വേണൂസ് കിച്ചൺ. ഞങ്ങളങ്ങനെയാണ് നോക്കണ്ടത്. വീനസ് കിച്ചൺ ആണ് ഗൈസ്. എങ്ങനെയുണ്ടായി ഫുഡ്? നൈസ്, നല്ല ഗ്രേവി ആയിരുന്നു, കൊള്ളായിരുന്നു. ഞാൻ ഇടിയപ്പമായിരുന്നു കഴിച്ചു, ചേച്ചി പൊറോട്ടയും മീൻകറി. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം എടുക്കും, കൊച്ചുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് പോവുള്ളൂ. വിഷു ആണ് നാളെ. അഡ്വാൻസ് ഹാപ്പി വിഷു. ഇഷ്ടംമാതിരി നല്ല റോഡിലെ പറ്റൂല, നല്ല ഭംഗിയുണ്ട് കാണാൻ. കൊടുക്കാൻ പറ്റൂല അല്ലേ? നമ്മളെത്തുമ്പോ ഏകദേശം ഒരു 4 മണിക്ക് ആവും. നമ്മള് പതുക്കെയാണ് പോകുന്നത്. നല്ല കാറ്റ്. മാന കണ്ടോ? 2 ഉണ്ട്. പൊക്കോ. മാൻ പുള്ളിമാൻ. ഗൈസ്, ഇപ്പോ തമിഴ്നാട് ഇങ്ങനെ കഴിയാനായി, കർണാടക കേറാണ്. ഇപ്പൊ ബന്ദിപ്പൂർ അങ്ങോട്ടാണ് പോണത്. ഇനി ഫോറസ്റ്റ് കഴിഞ്ഞിട്ടില്ല. ഇതാ അമ്മ അപ്പുറത്തെ വണ്ടിയിലായിരുന്നു കേട്ടോ. ആന കണ്ടോ? ആ, ഒരെണ്ണം നേരത്തെ ഞാൻ കണ്ടു. അങ്ങനെ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കർണാടക സ്റ്റേറ്റിലേക്ക് കയറാണ്. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദാഹം. അങ്ങനെ ഇതേ കരിക്കൊക്കെ കുടിക്കാൻ വേണ്ടി അടുത്തത് നിർത്തിയിട്ടോ. അതാ ഞാൻ പറഞ്ഞു 2 പോയി 3 വിട്ട് ഒരു വേണ്ടാറേ. നമ്മളെ ഭാഷ നിങ്ങൾക്ക് தெரியாது. മലയാളം, അത് തമിഴ് தான் അറിയും. അങ്ങനെ നമ്മൾ മൈസൂര് കയറി. ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറും മീൻ പൊരിച്ചതും ചമ്മന്തിയും നല്ല കട്ടത്തൈരും. അങ്ങനെയാണ് കാര്യങ്ങള്. ചൂടെടുക്കാം. നോക്ക്, കടലാസ് ബോഗൻവില്ല സൈഡ് ഫുള്ളുണ്ട്. ചോറ് കഴിക്കാൻ നിർത്തി. ഒരു ഫാം ഹൗസിലാണ് നിർത്തിയേക്കണേ. മഷ്റൂം അല്ലേ? മഷ്റൂമിന്റെ ചേച്ചിയുടെ അളിയൻ, പ്രശാന്തേട്ടൻ്റെ അളിയൻ നടത്തുന്ന ഫാമാണ്. അവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. മീൻ പൊരിച്ചത് അച്ചിങ്ങപ്പയറൊക്കെ കൂട്ടി ചോറിന് കേട്ടോ ശ്യാമ. എങ്ങനെയുണ്ട്? മോരെടുത്തില്ല, ചമ്മന്തി എടുത്തില്ല.
വൈ ഇഷ്ടല്ല. ഞങ്ങൾ ചോറിൻ്റെ അപ്പം ചോറിൻ്റെ ഇട്ട് കാണാം കേട്ടോ. എൻ്റെ എടുത്ത് ഷാമിൻ്റെ നമ്മളെത്തിയിട്ടില്ല കേട്ടോ അതുവരെ. നമ്മൾ ഏകദേശം ഒരു 4 മണിയാവും. 4 മണി ഇപ്പോഴേ ആയില്ലേ? ഒരു 5:30 എത്തൂലേ? 5:30 എത്തും. ഞങ്ങളിങ്ങനെ മെല്ലെ ഇരുന്ന് ഓരോ സ്ഥലത്ത് ഇരുന്ന് ആണ് എത്തണേ. കുട്ടിയുള്ളതുകൊണ്ടാട്ടോ. കുട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടിയിൽ ഭയങ്കര ചൂട്. ഇപ്പൊ കുട്ടി കരയും. അപ്പൊ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കും. ഇപ്പൊ ഹസൻ മൈസൂര് കഴിഞ്ഞു കേറി ഹസനിലേക്ക് പോവാനായിട്ട്. പിന്നെ ഗൈസ് പോണ വഴിക്കുള്ള ഈ ഫ്രെയിം കാണാൻ നല്ല ഭംഗിയുണ്ട്. അത് കണ്ടുകൊണ്ട് ഇത് എടുത്താട്ടോ. നല്ല അടിപൊളി ഗ്രാമം പോലത്തെ പ്രദേശം. ക്രിസ്ത്യാനി ഷാമുങ്ങ നടക്കാൻ വന്നതാ. നോക്ക് ഗൈസ് നല്ല രസമില്ലേ കാണാൻ. അപ്പൊ ചേച്ചീനെ ഞങ്ങൾ തിരിച്ചാക്കിയിട്ട് നാളെ രാവിലെ പോവും. ചേച്ചി ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര 3 മാസമായി കുട്ടിക്ക്. 3 മാസം കഴിഞ്ഞ്. അപ്പോൾ ആദ്യമായിട്ടാണ് കുട്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഹസനിലേക്കാണ്. അതൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലോ. പിന്നെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. നാളെ ഞങ്ങൾ രാവിലെ പോവും. അത് കഴിഞ്ഞ് നാളെ ഞങ്ങൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ കയറുന്നതാണ് അല്ലേ. ഇന്നിപ്പോൾ നമ്മളെങ്ങും പോയൊന്നുമില്ല. കോൺ കാണാം. ഇന്ന് വേണമെങ്കിൽ തന്നെ മറ്റേ ഇവിടെ കൂടെ കൊണ്ടുപോവാ. ഹസന്റെ മറ്റേ അവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് കൂടെ ഒക്കെ നല്ലൊരു ഫ്രെയിം ഷാമേ. ഗായ്സ് ഇവിടുത്തെ കോടതി കണ്ടോ? എന്തൊരു ഭംഗിയാ. അയ്യോ വേസ്റ്റും ഉണ്ട് അതുപോലെ. നമ്മളിപ്പോ വീടെത്താറായി. ഇവിടെ നോക്ക്, ഇത്രയും വലിയ സിറ്റി ആയിട്ട് തിയേറ്റർ ഇല്ലാന്നാണ് പറയണത്. അവിടെ ഓരോ അടയാളം കാണിച്ചു തരാം കേട്ടോ. ഓരോ ക്രോസ് നമ്പേഴ്സ് ഉണ്ട്. ഇതാ 16 ക്രോസ് നമ്പർ. ഓരോ വഴിയിലും ഓരോ ക്രോസ് നമ്പർ ഉണ്ട്. അവിടെ 16 എഴുതി ചേർന്നുണ്ടോ? ഇതേത് നമ്പറാ? ഇതൊക്കെ 4. ഈ കന്നഡ ഇതുണ്ടേ അറിയില്ല. ബോർഡൊക്കെ കന്നഡയിലാ. ഹിന്ദി ആണെങ്കിൽ പിന്നെ വായിക്കാം അല്ലേ ഷാമേ? ഇവിടുന്ന് ഫസ്റ്റ് ക്രോസ് തിരിഞ്ഞിട്ട് ഫസ്റ്റ് ക്രോസ്. അടുത്തടുത്ത് വീടുകളാ. വഴി മനസ്സിലാവുന്നേ ഇല്ല. ക്രോസ് നമ്പർ. കാറിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ആ കാറിലാണ് അവര്. ഇതാണ് ഗൈസ് വീട് അല്ലേ? ഇതാ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഒരു വീടാ ഇതല്ലായിരുന്നു കേട്ടോ ഗൈസ് വീട്. എനിക്ക് ഫോട്ടോയിൽ ഇങ്ങനത്തെ ഒരു വീടാ കാണിച്ചു തന്നേക്കണം. എനിക്ക് മുംബൈ ഒക്കെ തോന്നുന്നത്. കോലം വരയ്ക്കണ ഇവിടെ കോലമൊക്കെ വരയ്ക്കും. 5 ക്രോസിന്റെ അടുത്ത് 5 ക്രോസ് 5. ഏതാ വീട്? അതാണ് വീട്. നേരെ കാണുന്നത് ഇതാ ഈ 3 നിലയല്ലേ? ഇതേ അമ്മ അവിടെ ഒക്കെ ഉണ്ട്. ഇതാട്ടോ ഗൈസ് വീട്. അഞ്ചു എങ്ങനെയുണ്ടായി യാത്ര? ഇതാണ് വീട് ട്ടോ. അമ്മയാണ്. എന്നെ മനസ്സിലായോ? രേവതി. അന്ന് വന്നപ്പോ കണ്ടില്ലേ? 28-ന് വന്നപ്പോ. ഞാൻ എറണാകുളത്താ. ആ അവിടെ എന്റെ വീട്, സ്വന്തം വീട്. എന്റെ സ്വന്തം വീട് അവിടെയാ. എറണാകുളത്ത്. ആരോടും ഒന്നും പറയണ്ട.
ഇത് ചിറയിൽ ചുറ്റുവിളക്കുണ്ട്, മീനാക്ഷി കാവുണ്ട്, കൽച്ചിറയുണ്ടവിടെ, ചിത്തത്തിലോർത്തു ഭജിക്കുന്നു ശങ്കര നിത്യവും നിന്റെ നാമം. അമ്മമ്മ കുട്ടിക്ക് എന്താ പാട്ട് പാടി കൊടുത്തു? അമ്മാമ്മേനെ കണ്ടു, സംസാരിച്ചു. അമ്മാമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട്, അതാണ് അമ്മാമ്മ അങ്ങനെയൊക്കെ പറയണത് കേട്ടോ. അങ്ങനെ അമ്മാമ്മയുടെ പാട്ടൊക്കെ കേട്ട് ചായ കുടിക്കാൻ പോകണം. അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ മുകളിൽ വന്നേക്കാണ് വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലല്ലേ? തേർഡ് ഫ്ലോറിലാണ് വന്നേക്കണത്. ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളാണ് നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ളവർ. പക്ഷെ കൊച്ചിനെക്കാട്ടും നല്ല വൃത്തിയുണ്ട്, ഭംഗിയുണ്ട് അല്ലേ? കാണാൻ ഭംഗിയുണ്ട് കാണാനായിട്ട്. ഉണ്ടോ? നാളെ വിഷുവാണ്, പക്ഷെ ഇവിടെ വിഷു ഇല്ല. ഇവിടെയൊക്കെ ദീപാവലിയൊക്കെ അല്ലേ, അതുകൊണ്ടൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ നമ്മുടെ അവിടെയൊക്കെ വിഷുവാണെങ്കിൽ പടക്കം പൊട്ടിക്കണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ വീടിൻ്റെ പുറത്തിറങ്ങി നോക്കുക അല്ലേ? ഞങ്ങൾക്ക് അവിടെ വിഷു ഇല്ല കേട്ടോ ഈ പ്രാവശ്യം. മാമൻ മരിച്ചത് കൊണ്ട് വിഷു ഇല്ല. ഈ പ്രാവശ്യം ഞങ്ങളപ്പോൾ വിഷുവിനാണ്. ഇവിടെ വിഷു ഉണ്ട്, കണി വയ്ക്കേണ്ടെന്നാണ് പറഞ്ഞത്. ഫുഡ് സ്ട്രീറ്റിൽ പോകാന്നൊക്കെ ശ്യാമു പറയുന്നുണ്ട്. പോകണ്ടോ? ഇന്ന് പോകണ്ടാവില്ല, ഭയങ്കര ക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾക്ക് 2 ദിവസം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. കുറേ ദിവസത്തെ ഷെഡ്യൂളുകളുണ്ട്. കുറേ ദിവസം മര്യാദക്ക് ഉറങ്ങിയിട്ട്. ഇന്നിനിപ്പോൾ മര്യാദക്ക് ഉറക്കമുണ്ടാവില്ല. നാളെ പോകണം, നാളെ ഉറങ്ങണം. പക്ഷെ മറ്റന്നാളെ ഞങ്ങൾ ഒന്ന് ഗുരുവായൂരൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലേ ശ്യാമേ? നിങ്ങൾ വിശേഷം പറയാണ്. മുത്തശ്ശി മുത്തശ്ശി വിളിച്ചോക്ക് ഇരുന്ന് വർത്താനം പറയുക അല്ലേ ശ്യാമേ? അല്ലേ ശ്യാമേ? ശ്യാമ ഉറങ്ങി. കുഞ്ഞ എന്ത് ചെയ്യാ? കളിക്കുവാ? അമ്മ സുന്ദരിയാണല്ല, നോക്ക്. സുന്ദരിയല്ലേ? സുന്ദരിയെ നോക്ക്, നല്ല ഭംഗിയില്ലേ? എന്താ രഹസ്യം? എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാരെയും കണ്ടാലും ഒരു കുഴപ്പവുമില്ല. ആണോ? ചെങ്ങാശ്ശേരിയിലെ കുറുപ്പച്ചൻ എന്ന് പറഞ്ഞാൽ കേൾവിയ. ചങ്ങനാശ്ശേരിയിലെ കുറുപ്പച്ചൻ. ചെങ്ങാശ്ശേരി ചെങ്ങനാശ്ശേരി. കുറുപ്പച്ചൻ എന്ന് പറഞ്ഞാൽ കേൾവിയ. തമാശ പറയുമല്ലേ, അതെ വീട്ടുപേരും അതെ. ഇതാരാ? മാവാ തിരിഞ്ഞു നിന്നൻപിനോടൊന്നു ചൊല്ലേ, എങ്ങു പോകുന്നി വണ്ണം ധനിച്ചിനി അങ്ങു ഞാനും വരട്ടോ. കൊള്ളാം, കൊള്ളാം. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. കുറേ ഫുഡുണ്ടായി കഴിച്ച് വയറ് നിറഞ്ഞു. അങ്ങോട്ട് കിടക്കാൻ പോവാണ്. നാളെ രാവിലെ എഴുന്നേൽക്കണം. ഇവിടെ കണിയൊക്കെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.